റൗണ്ട് ഓഫ് 32ലേക്ക് മുന്നേറാനാവുക എങ്ങനെയാണ് എന്നുകൂടി നമുക്കറിയാം. കാരണം ഏതൊക്കെ ടീമുകളാണ് അടുത്ത റൗണ്ടിലേക്ക്, തേർഡ് റൗണ്ടിലേക്ക് പോകുന്നത് എന്നാണ്. അപ്പം അത് ആരൊക്കെയായിരിക്കും, ഏതൊക്കെ ടീമുകളായിരിക്കും ഉണ്ടാവുക, ഈ റൗണ്ടും കടന്ന് അടുത്ത സെക്ഷനിലേക്ക് ആരൊക്കെയായിരിക്കും പോവുക എന്നത്, അതിന്റെ സാധ്യതകൾ, പോസിബിലിറ്റീസ് ഒക്കെ നോക്കാം. അക്ഷയ് മോഹൻ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ലോകകപ്പ് വരെ 32 ടീമുകളെ 8 ഗ്രൂപ്പുകളായി തിരിച്ചും ഓരോ ഗ്രൂപ്പിലെയും 1-2 സ്ഥാനക്കാർ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറുന്നതുമായിരുന്നു രീതി. എന്നാൽ 48 ടീമുകളായതോടെ കഥ ആകെ മാറി. പ്രീ ക്വാർട്ടറിന് മുമ്പ് ഒരു നോക്കൌട്ട് കൂടി കടക്കണം. ഗ്രൂപ്പ് ചാമ്പ്യന്മാരും റണ്ണേഴ്സ് അപ്പുകളും മാത്രമല്ല 8 മികച്ച 3ാം സ്ഥാനക്കാർക്കും നോക്കൌട്ട് റൗണ്ടിൽ ഇടം ലഭിക്കും. ആ 8 പേരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ എങ്ങനെയെന്ന് നോക്കാം. ഇനി ഇത് തുല്യമാണെങ്കിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചവർക്കാണ് മുൻതൂക്കം. അവർ നോക്കൌട്ടിലേക്ക് കടക്കും. ഇനിയും തുല്യത പാലിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ഇത്തിരി കടുപ്പമാണ്. ഫെയർ പ്ലേ പോയിന്റുകളാണ് അടുത്ത വഴി. കളിക്കളത്തിലെ അച്ചടക്കം ലോകകപ്പിലെ ഭാവി തന്നെ തീരുമാനിക്കും. ഒരു മഞ്ഞക്കാർഡ് കണ്ടാൽ ടീമിൻ്റെ അക്കൗണ്ടിൽ നിന്ന് 1 പോയിന്റ് കുറയും. നേരിട്ടല്ലാത്ത ചുവപ്പ് കാർഡ് കണ്ടാൽ -3 പോയിന്റും, ഡയറക്റ്റ് റെഡ് ലഭിച്ചാൽ 4 പോയിന്റും ഇങ്ങനെ നഷ്ടമാകും. താരങ്ങൾ മാത്രമല്ല, വെള്ളവരയ്ക്ക് പുറത്തു നിൽക്കുന്ന കോച്ചും മറ്റ് ഒഫീഷ്യൽസുകളും വാങ്ങിക്കൂട്ടുന്ന കാർഡുകൾക്കും വലിയ വില കൊടുക്കേണ്ടി വരും. എല്ലാത്തിനും കൃത്യമായ കണക്കുണ്ട്. ടീമിലെ ക്ഷിപ്രകോപികളും കുറുമ്പന്മാരും ജാഗ്രത. ഇത്രയൊക്കെ ഹരിച്ചും ഗുണിച്ചും തീരുമാനമായില്ലെങ്കിൽ ഇനി അറ്റ കൈ പ്രയോഗമാണ്. ഫിഫ റാങ്കിംഗ്. ഏറ്റവും ഒടുവിൽ ഫിഫ പുറത്തിറക്കിയ റാങ്കിങ്ങിൽ മുന്നിലുള്ള ടീം നോക്കൌട്ടിലേക്ക് യോഗ്യത നേടും. ഗ്രൂപ്പിൽ 3ാമതായാലും കളി അവസാനിക്കാത്തതിനാൽ 3ാം റൗണ്ട് പോരാട്ടങ്ങൾക്ക് വീര്യം കൂടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.